മോദി വരുമ്പോൾ സംസ്ഥാന മന്ത്രിമാരെയൊക്കെ ID കാർഡ് ചോദിച്ച് അപമാനിക്കുന്നെന്ന് കേട്ടല്ലോ. ഇന്നലെ എന്നെ 4 സ്ഥലത്താണ് ആധാർ കാർഡ് ചോദിച്ചത്. ആധാറിലെ ഫോട്ടോ കൊണ്ട് ആളെ തിരിച്ചറിയുന്നവരെയൊക്കെ സമ്മതിക്കണം. അപ്പോൾ എൻ്റെ കൂടെ നിന്നവർ പറഞ്ഞു MOS ആണ് എന്ന് പറഞ്ഞത്. ഇത്ര പ്രശസ്തനായ ഞങ്ങളുടെ സുരേഷ് ഏട്ടനെ തിരിച്ചറിഞ്ഞില്ല ജാടത്തെണ്ടികൾ. ഇന്നലെ അല്ല, എനിക്കത് നേരത്തെ അറിയാവുന്നതുകൊണ്ട് ഇന്നലെ എനിക്ക് പേടിയായി. സുരേഷ് ഗോപിക്കൊക്കെ പേടിയെന്ന് പറഞ്ഞാ ഇനി ആധാർ കാർഡ് പോരാ എന്ന് പറഞ്ഞാൽ ഞാൻ പാസ്പോർട്ടും ഡ്രൈവിംഗ് ലൈസൻസിന്റെ എല്ലാം ഒറിജിനലാണ് എൻ്റെ പോക്കറ്റിൽ വെച്ചിരുന്നത്. വീട്ടുകാർക്ക് അത്യാവശ്യമല്ല മണ്ണെണ്ണയോ മറ്റോ വാങ്ങേണ്ടി വന്നാലോ എന്ന് കരുതി റേഷൻ കാർഡ് ഏതായാലും എടുത്തില്ല. എല്ലാം എടുത്ത് അവരുടെ മുമ്പിൽ വെച്ച് കൊടുത്തു. വോട്ടർ ID എടുത്തില്ലേ? തിരുവനന്തപുരം, ഗുരുവായൂർ, തൃശ്ശൂർ അങ്ങനെ 3-4 കാണുമല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് അവരെ തോപ്പിക്കേണ്ടത്. SPG ചമ്മി കാണും. അമിത്ഷായുടെ ഒരു കേസ് ഉണ്ടല്ലോ, പഴയ ഗുജറാത്ത് കേസാണോ? അത് കഴിഞ്ഞു പോകുന്നതല്ലേ? അമിത്ഷായെ ഇതുപോലെ പാസ് കാണിച്ചു പോരാ ആധാർ. അത് ചോദിച്ചവൻ ഇപ്പൊ സർവീസിലുണ്ടോ എന്തോ. അമിത്ഷായെ അവർക്ക് നന്നായിട്ട് അറിയാം. അറിഞ്ഞില്ലെങ്കിൽ ഇത് ചോദിച്ചതിന് ശേഷം നന്നായിട്ട് അറിഞ്ഞു കാണും. ഇന്നലെ എന്നെ ഒരു സ്ഥലത്ത് ഫ്രിസ്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക? അത് മാത്രമായിട്ട് വിശ്വസിക്കണോ? പ്രധാനമന്ത്രി വരുന്ന പെട്രോളിയത്തിന്റെ പരിപാടിയിലേക്ക് ഞാൻ ചെല്ലുന്നിടത്ത് എന്നെ ഫ്രിസ്ക് ചെയ്തു. എന്നെ ഫ്രിസ്ക് ചെയ്തു. എന്നിട്ട് തിരിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞു. ബാക്കിലും ഫ്രിസ്ക് ചെയ്തു. അതിന്റെ മലയാളം ഒന്ന് പറഞ്ഞേക്കണേ, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉണ്ട്. അതെ, സമാധാനമായി. കേരള പോലീസ് പറഞ്ഞു, സെൻട്രൽ മിനിസ്റ്റർ. കേരള പോലീസ് സംഭവം കുറച്ച് അലമ്പൊക്കെ ഉണ്ട്, എന്നാലും ഇതുപോലത്തെ വൃത്തികേട് കാണിക്കില്ല. കേരള പോലീസ് പറഞ്ഞിട്ട് കേട്ടില്ല. എന്നാൽ ഫ്രിസ്ക് ചെയ്തവർ CPM-കാരായിരിക്കും. അപ്പൊ അവര് പറഞ്ഞ് സം മെറ്റൽ പണിക്ക് വന്ന ആളാണെന്ന് ഒറ്റ കരുതി കാണോ? അപ്പൊ ഞാൻ എന്റെ ഷർട്ട് ഒന്ന് പൊക്കി കാണിച്ചു. ജുബ്ബ ആണെങ്കിൽ പണിയായനെ. ബെൽറ്റിന്റെ ബക്കിളാണ്. പഴയ സിനിമ കണ്ട ഓർമ്മയിൽ ഇനി തോക്കോ മറ്റോ ആണോ എന്ന് കരുതി കാണോ? ഇതാണോ എന്ന് ചോദിച്ചു. ടീക്കെ എന്തെല്ലാം പാടാണ്. ഇനിയിപ്പോ അതിന് ഞാൻ അവരെ തുണി പൊക്കി കാണിച്ചെന്ന് പറയുന്ന സംസ്കാരം ഇവിടെ ഉണ്ട്. അങ്ങനൊന്നും ഇല്ലെന്ന്. അങ്ങനല്ലേ എന്നെ തീർക്കാൻ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അങ്ങനൊന്നും പറയരുത്. ആധാറിൽ തുടങ്ങി തുണിപ്പൊക്കൽ വരെ എത്താൻ സുരേഷ് ഏട്ടനല്ല നമുക്ക് ആരാ ഉള്ളത്? ചന്തി കാണിച്ചു എന്ന് പറഞ്ഞൊരു കേസ് സർക്കാർ കടലാസിൽ ഞാൻ എങ്ങനെ എഴുതും പിള്ളേച്ച? വേണ്ട, ചന്തിന്ന് എഴുതണ്ട, കുണ്ടീന്നാവല്ലോ.